സിറിയയിലെ സാധാരണക്കാരെ പീഡിപ്പിച്ച ബഷാർ അൽ അസദ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുടെ പേരുകൾ പുറത്തുവിടുമെന്ന HTS തലവൻ. ഹയാത്ത് തഹ്രീർ അൽ ഷം നേതാവ് അബു മുഹമ്മദ് അൽ ജോലാനിയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. സിറിയയിലെ രാസ യുദ്ധ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. സിറിയൻ ജനതയെ കാലങ്ങളോളം ഉപദ്രവിച്ച ബഷാർ അൽ അസദ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക പുറത്തുവിടുമെന്ന് വിമത ഭീകര സംഘടനാ നേതാവ് അബു മുഹമ്മദ് അൽ ജൊലാനിയാണ് ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത്. ഡമാസ്കസ് കൈയടക്കിയതിനു ശേഷം ഇയാളുടെ യഥാർത്ഥ പേരായ അഹമ്മദ് അൽ ഷാറ എന്ന ടെലഗ്രാം അക്കൗണ്ടിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും ഭീകര സംഘടനാ നേതാവ് പറഞ്ഞു. അതേസമയം ഡമാസ്കസിൽ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണവും നടത്തി. രാസായുധ നിർമ്മാണ ഫാക്ടറി ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ഭീകരരുടെ കൈവശം ആയുധം എത്താതിരിക്കാനുള്ള നടപടിയെന്നാണ് ആക്രമണത്തെപ്പറ്റി ഇസ്രയേൽ വിശദീകരിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി ഇസ്രയേൽ സിറിയയിൽ സൈനിക നടപടി തുടരുകയാണ്. യുദ്ധ സാഹചര്യം ചർച്ച ചെയ്യാൻ ഇന്ന് UN സുരക്ഷാ കൗൺസിൽ യോഗം ചേരും. രാസായുധ ശേഖരം സുരക്ഷിതമെന്ന് ഉറപ്പാക്കാൻ ഐക്യരാഷ്ട്ര സംഘടന സിറിയയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UN രാസായുധ നിരോധന സംഘടനയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.